വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. വൈദികർക്കും സിസ്റ്റർമാർക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ പൊതുവെ ഉള്ള കാര്യം ഇങ്ങനെ പറയണത് രോഗികളായിട്ട് മാറുന്ന ഞാൻ കേട്ടിരിക്കുന്നത്. പുസ്തകത്തിലല്ല, വിശുദ്ധ ഗ്രന്ഥത്തിലല്ല, മറിച്ച് ആൾക്കാരുടെ ഉള്ളിലുള്ള ഒരു ചിന്തത. എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ആത്മീയ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് രോഗിയായിട്ട് കിടക്കുകയാണ് അച്ഛാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നല്ലതാണ്. കാരണം എന്താ, അച്ഛൻ രോഗിയാകുന്നതൊക്കെ നല്ലത് അൽമായിര രോഗിയായിട്ട് കിടക്കുന്നത്. കുറേ തെറ്റായിട്ടുള്ള ബോധ്യങ്ങൾ ഞാൻ ഓർക്കാണ്. എൻ്റെ ദൈവമേ, ഞാൻ കൈയൊടിഞ്ഞ് കിടക്കുന്ന സമയത്ത് 2 ചേച്ചിമാർ, റാണി ചേച്ചി എനിക്ക് വേണ്ടി ദിവ്യാനെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. ഈ കൈയൊടിച്ചിൽ അങ്ങോട്ട് കൊടുത്തില്ല. വേറൊരു ചേച്ചി, ഏഞ്ചൽ എന്ന് പറഞ്ഞൊരു ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനല്ലേ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല ആ ചേച്ചിയുടെ റൈറ്റ് കൈ ഒടിഞ്ഞ് ഇരിക്കുകയാണെന്ന്. അങ്ങനെയാണല്ലോ പറയുന്നത്. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അച്ഛൻ്റെ രോഗങ്ങളെല്ലാം കിട്ടുന്ന പറയണേ. വേറെ 2013 ഞാൻ രോഗിയായിട്ട് എൻ്റെ ബ്രെയിൻ ഡെഡായിട്ട് ഏകദേശം 1.5 മണിക്കൂർ കിടന്നു. അപ്പോൾ ഇത് കേട്ട ഒരു സിസ്റ്റ്, കാല് സുഖമില്ലാത്ത, കാലില്ലാത്തൊരു സിസ്റ്റ്, അഭിഷേകത്തിൽ അവർ കൊടുത്തൊരു കോൺഗ്രിഗേഷൻ കൊടുത്തൊരു ഇതാണ് സന്യാസത്തിലേക്ക്. ആ സിസ്റ്റർ ഇങ്ങനെ ചെയ്തത്, ആ സിസ്റ്റർ 3 കുർബാനയ്ക്ക് കണ്ടുകൊണ്ടേ പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരച്ഛൻ, ഇവിടെ ആദ്യ വെള്ളിയാഴ്ച മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പൈസ തരുന്ന ഒരച്ഛൻ രോഗിയായിട്ട് കിടക്കുകയാണ്, ആ അച്ഛന് വേണ്ടി കുർബാന ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ രോഗം മാറി അവരെ കാണാൻ ചെന്ന് പറഞ്ഞു, അച്ഛന് വേണ്ടി ഞാൻ 3 കുർബാനയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ആ പൈസ എനിക്ക് തരാമോ അച്ഛനെന്ന് ചോദിച്ചു. ഞാൻ പൈസ കൊടുത്തു. കാരണം എന്താ, ഒരു സിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ പൈസ കൊടുക്കാനായിട്ട് ഇല്ല. ആ സിസ്റ്റർ ഇന്നേ വരെ പ്രാർത്ഥിക്കാനായിട്ട് പല പ്രാവശ്യം വന്നപ്പോഴും എന്നോട് പറഞ്ഞുള്ള, ഞാൻ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ബ്രെയിൻ ഡെഡായിട്ട് കിടന്നു വെച്ചാൽ അതുകൊണ്ടൊന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ അസുഖമായിട്ട് കിടന്നപ്പോൾ, സെപ്റ്റംബർ നവംബർ മാസത്തിൽ ഒരു ചേച്ചി അങ്കമാലി, എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ട പള്ളി പറയുന്നത് ശരി, അങ്കമാലി ഫൊറോന പള്ളിയിലെ ഒരു പള്ളിയിൽ ചെന്ന് എനിക്ക് വേണ്ടി കുർബാനയ്ക്ക് പൈസ കൊടുത്തു. ഹല്ലേലൂയ. ഞാൻ പിന്നീട് കാണുന്നത് ആ ചേച്ചി എല്ലാ ആഴ്ചയിലും ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ക്യാൻസർ ബാധിച്ച് കിടക്കുന്നൊന്നും ഞാൻ കണ്ടില്ല. ഹല്ലേലൂയ. ചില കിടപ്പ് രോഗികളായ വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞാൻ കിടക്കും. അതായത് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെക്കുറിച്ച് ഒരു ബോധ്യം നമുക്കില്ല. നമ്മൾ വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിച്ചിട്ടുണ്ട്. വിശുദ്ധരായ വ്യക്തികൾക്ക് ഈ മാർപ്പാപ്പയോ അല്ലെങ്കിൽ മെത്രാനോ ഒക്കെ രോഗിയായിട്ട് പോകുമ്പോൾ അതിൻ്റെ രോഗം കൊടുത്തു എന്ന് വരാം. താങ്ങാൻ പറ്റാത്തവൻ്റെ കയ്യിൽ ഭാരം വെച്ച് കൊടുക്കില്ല കർത്താവ്. കാരണം ഇവിടെ ഒരു സ്ത്രീ, ഞാൻ പഞ്ചക്ഷതത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ആ ചേച്ചിക്ക് വലിയൊരാഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഈ പഞ്ചക്ഷത എനിക്ക് കിട്ടണമേ എന്ന്. എല്ലാ ദിവസവും ചേച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ വേദന കൂടി, സഹനം കൂടി. പഞ്ചക്ഷതത്തിന് ശക്തമായ വേദനയുണ്ടെന്ന് ഈ ചേച്ചിക്ക് അറിയില്ല. ഇവിടെ ഉള്ളൊരു ശുശ്രൂഷയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ കേട്ടപ്പോൾ വലിയൊരു സന്തോഷം, പഞ്ചക്ഷത എനിക്ക് കിട്ടണമേ എന്ന്. അങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത്. പിതാക്കന്മാരുടെ രോഗം ചോദിച്ച് പ്രാർത്ഥിക്കരുത്. സാധാ വൈദികർക്ക് വേണ്ടി നിങ്ങൾ, അതായത് ഈ ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈശോ പറയുന്നതാണ്, നിങ്ങൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. അപ്പോൾ ഈ വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങൾ ഇങ്ങനെ വായിച്ച് കഴിയുമ്പോൾ അത് നമ്മൾ വിശുദ്ധരായിട്ട് കാണാണ്, നമ്മൾ വിശുദ്ധരായിട്ട്. അപ്പോൾ ഈ സ്ത്രീ ഒരു ദിവസം പറഞ്ഞു, എൻ്റെ അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ ചോദിച്ചാൽ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? അതായത് അച്ഛൻ ഇവിടെ ക്ലാസ് എടുത്തില്ലേ, പഞ്ചക്ഷതം നല്ലതാണെന്നും പറഞ്ഞിട്ട് അത് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അച്ഛാ എനിക്ക്
ശക്തമായിട്ടുള്ള വേദനയാണ്. ആ വേദന മാറാൻ വേണ്ടി ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, എന്താ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? പഞ്ചക്ഷതാണ്. ചേച്ചി ഒരു കാര്യം ചെയ്താൽ മതി, കർത്താവേ പഞ്ചക്ഷതം വേണ്ടാന്ന് പറഞ്ഞാൽ ആ വേദന അപ്പം പോകും. ആ സ്ത്രീ അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, കൈ തലയിൽ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സ്ത്രീ പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ വേദന പോയി. പഞ്ചക്ഷതം കൊടുക്കുന്ന ആർക്കാന്ന്? വിശുദ്ധന്മാർക്കാ. മറ്റുള്ള ഉയർന്ന വ്യക്തികൾ എന്തെങ്കിലും രോഗം വന്ന് റയർ കേസിൽ വരുന്നൊരു കേസാണ്, അതെന്തെങ്കിലും സൗഖ്യപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കുന്നത് വിശുദ്ധരായ വ്യക്തികൾക്കാണ്. താങ്ങാൻ പറ്റാത്ത അൽമായന് പഞ്ചക്ഷതം കൊടുക്കില്ല. താങ്ങാൻ പറ്റാത്ത അൽമായന് മറ്റു വിശുദ്ധന്മാരുടെ രോഗങ്ങളും കൊടുക്കില്ല. അതുകൊണ്ട് തെറ്റായിട്ടുള്ള ചില ബോധ്യങ്ങളും ചില ഉൾക്കാഴ്ചകളും നമ്മൾ വെച്ചിട്ടാണ് മധ്യസ്ഥം പ്രാർത്ഥന. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈശോ പറയുന്നത് ഏറ്റവും വലിയ പ്രാർത്ഥന മധ്യസ്ഥം പ്രാർത്ഥന. മധ്യസ്ഥം പ്രാർത്ഥിച്ചാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ മറ്റുള്ള പുറത്തുള്ള അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആ പിശാച് ഇറങ്ങിപ്പോവും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ 1000, 10,000, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ വീടാണോ സാത്താൻ ഏറ്റവും വലുത്? അത് 1 കോടി വീടാണോ? 1 കോടി വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ഫ്രീ ആയിട്ടും പിശാച് വിടും, സാത്താൻ വിടും. കാരണം എന്താ? അവൻ്റെ ടാർഗറ്റ് ഒരാളല്ല, അവൻ്റെ ടാർഗറ്റ് വലിയൊരു സംഖ്യയാണ്. വലിയ സംഖ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ കുടുംബത്തിൻ്റെ മേൽ ഒരിക്കലും ഒരു പിശാച് തൻ്റെ താണ്ഡവം നൃത്തമാടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കരുത് മധ്യസ്ഥ പ്രാർത്ഥന. ഇങ്ങനെയുള്ള കുറേ തെറ്റായിട്ടുള്ള ബോധ്യങ്ങളും ചിന്തകളും പിശാച് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ കുത്തിവെച്ച് മധ്യസ്ഥം പ്രാർത്ഥിക്കില്ല. പിന്നെന്ത് പ്രാർത്ഥിക്കും? അവനവന് വേണ്ടി പ്രാർത്ഥിക്കും. അവനവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് രക്ഷപ്പെടുന്നില്ല, മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ രക്ഷപ്പെടുന്ന പ്രാർത്ഥന ഏതാണെന്ന് വെച്ചാൽ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ വീട്ടിൽ ക്യാൻസർ ഉണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, 1 കോടി ക്യാൻസറുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, എൻ്റെ ക്യാൻസർ മാറണമേ, എൻ്റെ ക്യാൻസർ മാറണമേ, എൻ്റെ ക്യാൻസർ മാറണമേ. അല്ലേ അതല്ല എല്ലാവരും പറയുന്നത്. പക്ഷേ അനേകർക്ക് വേണ്ടി രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ രോഗസൗഖ്യം. എൻ്റെ ക്യാൻസർ വന്ന സമയത്ത് ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ? പല വിധത്തിലുള്ള രോഗശാന്തികൾ ദൈവം ഇവിടെ വാരി വിതറാൻ തുടങ്ങി. കാരണം എന്താ? ഞാൻ മരിച്ച സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം, കർത്താവിനെ നേരിട്ട് കാണാൻ. അല്ലേ നമുക്ക് വേണ്ടി ഇരുന്നിങ്ങനെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭൂമിയിൽ നിന്ന് പോകാൻ തൽക്കാലം ആഗ്രഹമില്ല. തൽക്കാലം ആഗ്രഹം ഇല്ല. നമുക്ക് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മുകളിൽ പോകാൻ താല്പര്യമില്ല. മാക്സിമം ഭൂമിയിലൊക്കെ ഒന്ന് കറങ്ങി നടന്ന് ഇവിടുത്തെ രീതികൾ എന്താണെന്നെങ്കിലും അന്വേഷിച്ച് പതുക്കെ മുകളിലേക്ക് പോകാന്നുള്ളതാണ്. അല്ലേ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ചെറിയ വ്യക്തിക്കുള്ളതല്ല, അത് കൃപ ലഭിച്ചവർക്ക് വേണ്ടിയുള്ളതാണ് മധ്യസ്ഥ പ്രാർത്ഥന. കൃപ ലഭിച്ചവർക്ക് അനുഗ്രഹം. അല്ലേ? ഇപ്രകാരം പറയാണ്, ചില വ്യക്തികൾക്കും മേഖലയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ അതെനിക്ക് തിരിച്ചടിയാകുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരിക്കലുമില്ല. എന്നാൽ ചില അടയാളങ്ങൾ ശരീരത്തിലോ കുടുംബങ്ങളോ താൽക്കാലികമായി കിട്ടിയെന്ന് വന്നേക്കാം. ആ വരൽ ആർക്കാണെന്ന്? ആ വിശുദ്ധരായ വ്യക്തികൾക്ക് കൊടുക്കണം. ചെറിയ വ്യക്തികൾക്കൊന്നും കൊടുക്കില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നിട്ടാണ് അവരുടെ ഇത് ഇങ്ങോട്ട് പോട്ടെ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ചേച്ചി എൻ്റെ അടുത്ത് മുറിയിലേക്ക് ഓടിക്കയറി വന്നു. ചേട്ടനും ചേച്ചിയും കൂടി, ചേട്ടനല്ല ഒരാൾ, അങ്ങനെ ചിന്തിച്ചാൽ മതി. അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ അകലേന്ന് വന്നതാണ്, കഴിഞ്ഞ ദിവസങ്ങൾ വന്നപ്പോൾ കുറേ കാര്യങ്ങൾ കിട്ടി, അതുകൊണ്ട് ഒന്നുകൂടെ കാണാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാൻ ഇരുത്തി. ഷെയർ ചെയ്തങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു, 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. ഓ അച്ഛ എപ്പോൾ എഴുന്നേക്കും? 6 മണിക്ക് എഴുന്നേറ്റ് 6 മണിക്ക് എഴുന്നേറ്റ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് പ്രാർത്ഥിച്ച് 6:30 കുർബാനയ്ക്ക് പോകും അച്ഛൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങളുടെ നാട്ടിലൊരു ഡോക്ടറുണ്ട്,
ഞാൻ കൊച്ചു ചെറുപ്പമായിരുന്നത് എന്തെങ്കിലും പനി വന്ന അപ്പച്ച ആ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. ആ ഡോക്ടറിൻ്റെ മുറിയിലിരുന്ന് ഡോക്ടർ പറയുന്നതെല്ലാം പുറത്തിരുന്നവർക്ക് കേൾക്കാം. അതാണ് ഡോക്ടർ കൂടുതൽ ചികിത്സയല്ല, കൂടുതലും നേരം കാര്യങ്ങൾ ചോദിക്കുകയാണ്. കാര്യങ്ങൾ ചോദിച്ച്, കാരണം ഈ കാലഘട്ടത്തിൽ ഒന്നും ആർക്കും വർത്തമാനം പറയാൻ ആളില്ല. വർത്തമാനം പറയാൻ ആകെ ഉള്ളത് മീഡിയയാണ്, മൊബൈൽ, ലാപ്ടോപ്പ്. അത് ഇങ്ങോട്ടൊന്നും പറയില്ല, അങ്ങ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അപ്പം ഇങ്ങനെ ഞാൻ ചെന്നിരിക്കുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, സുഖമാണോ, വ്യത്യാസം വന്നോ, മാറ്റം വന്നോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതെ സാർ. മരുന്ന് കുടിച്ചോ? കുടിച്ചില്ല. അപ്പം ഡോക്ടർ ചോദിച്ചു, എന്താ മരുന്ന് കുടിക്കാൻ? സാറേ അത് മരുന്നിൻ്റെ ആവശ്യമില്ല. കഴിഞ്ഞ മാസം വന്ന് സാറായിട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അസുഖം പകുതി കണ്ടു മാറി. അപ്പം ഇന്നോടെ സംസാരിക്കുമ്പോൾ അത് മാറും. അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുകൾ. അപ്പോൾ ഈ ചേച്ചി എന്നെ സംസാരിച്ച് വന്നപ്പോൾ പറയാണ്, ചേട്ടൻ ഇവിടെ ശുശ്രൂഷ നടക്കാണ്, ഇവിടെ വചനപ്രഘോഷവും ആരാധനയൊക്കെ കഴിഞ്ഞ സമയത്ത് ഇവർ പുറത്ത് കുപ്പി മേടിക്കാൻ പോയേക്കാ. എന്താണെന്ന് വെച്ചാൽ കന്നാമ്പള്ളം കൊണ്ടാൻ. കാരണം പരിപാടി കഴിയുമ്പോഴേക്കും ബസ് കയറി പോകണം. അപ്പം കച്ചവടങ്ങളെല്ലാം നടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലാണ്. ഏത് ശുശ്രൂഷ നടക്കുന്നതിൻ്റെ ഉള്ളിലാണ് കച്ചവടങ്ങളെല്ലാം നടക്കുന്നത്. കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രെഡ് വെഞ്ചരിപ്പിക്കുക, അല്ലെങ്കിൽ കന്നാമ്പള്ളം വെഞ്ചരിക്കുക എല്ലാം. ചേച്ചി എന്നോട് കാര്യം പറയാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് പ്രാർത്ഥന നടത്താതെ ഈ സാധനമൊന്നും ഇറങ്ങിപ്പോയില്ല. പ്രാർത്ഥിക്കാതെ നമ്മുടെ കുടുംബത്തിൽ ഒരു മാറ്റങ്ങളും സംഭവിക്കില്ല. അല്ലല്ല, ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്ത് ഈ പിശാച് നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഇല്ലായ്മ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് അവൻ ചിന്തിച്ചും ടാർഗറ്റ് നടക്കുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? കുറേ അറിവുള്ളവരാണ്. അതുകൊണ്ട് ഈശോ പറയുന്ന പ്രകാരമാണ്, പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി അഭിഭാഷകനാണ്, അഡ്വക്കറ്റാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വ്യക്തി അഡ്വക്കറ്റാണ്, അഭിഭാഷകനാണ്. ഹല്ലേലൂയ. അത് 16-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുവചനത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്, മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് അയക്കും, മറ്റൊരു സഹായകനെ. അതുകൊണ്ട് ആ അഭിഭാഷകനോട് നമ്മൾ ചോദിക്കണം, കർത്താവേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ചെയ്യേണ്ടതെന്ന് അഭിഭാഷകനോട് ചോദിക്കണം. ഹല്ലേലൂയ. കെൽപ്പില്ലാത്ത ഒരാൾ മറ്റുള്ള അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് രോഗിയായിട്ട് കിടക്കുമ്പോൾ ചോദിക്കണം, കർത്താവ് ഇത് എൻ്റെ രോഗമാണോ അച്ഛൻ്റെ രോഗമാണോ? കാരണം എന്താ? കെൽപ്പിൽ അത് അച്ഛൻ്റെ രോഗമല്ല. കാരണം പ്രാർത്ഥനയും കെൽപ്പില്ലാത്തൊരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ രോഗിയാവുന്നത് അവൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് പ്രകാരമാണ് മറ്റൊരു സഹായം, ഹെൽപ്പർ 14:16, 14:26 പറയാം. മറ്റേത് ഇതിൽ പറയാണ്, രണ്ടാമത്തേത് ഉപദേഷ്ടാവ്. നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡൻറ്റോ എന്തെങ്കിലും കേസുകൾ എടുക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരോട് തന്നെ ഉപദേഷ്ടാവിനെ വിളിക്കും. നമുക്കറിയാം, ഹെറോദാസിൻ്റെ കൊട്ടാരത്തിൽ രാജാക്കന്മാർ ചെല്ലുമ്പോൾ ഹെറോദാസ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിയമപണ്ഡിതന്മാരെ വിളിച്ചു അവരോട് ചോദിച്ചു, മത്തായിയുടെ സുവിശേഷം 2:7, മത്തായിയുടെ 16 എവിടെയാണ് രക്ഷകൻ പിറക്കാനിരിക്കുന്നത്? ആ ഉടൻ തന്നെ അവർ പറഞ്ഞു, എവിടെയാ? ബെത്ലഹേമിൽ. ഹല്ലേലൂയ. യൂദായിലെ ബെത്ലഹേമേ, അവിടെയാണ് ഈശോ പിറക്കാനിരിക്കുന്നത്. അത് പറഞ്ഞു കഴി ഈ ആർക്ക് മനസ്സിലായി? ഹെറോദസിന് മനസ്സിലായി. ഉടൻ തന്നെ അവൻ ചെയ്തു, ഒരു വിളംബരം പുറപ്പെട്ടു, 2 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കൊന്നുകളയും. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ സംരക്ഷകനാണ്. കർത്താവ് നമുക്ക് സംരക്ഷകനാണ്. എവിടെ കിടന്ന 58-ാമത്തെ യെശയ്യാ പ്രവചന പുസ്തകം 9-ാമത്തെ തിരുവചനം 58:9 പ്രകാരം പറയാണ്, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. അപ്പം സംരക്ഷകനായിട്ട് കടന്നു വരാം. ഹല്ലേലൂയ. സംരക്ഷകനായിട്ട് 34-ാമത്തെ സങ്കീർത്തനത്തിൽ അവസാന ഭാഗത്ത് പറയുന്നത് സംരക്ഷകൻ, സംവഹിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ എന്നൊക്കെയും പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഇനി 62-ാമത്തെ യെശയ്യാ പ്രവചന പുസ്തകം 63:9 പറയാണ്, നീ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നാൽ
ദൂതന്മാരെ അയക്കുകയല്ല, ദൈവം തന്നെ ഇറങ്ങി വരും. അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. അപ്പോൾ ഒരു വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എല്ലാ രോഗമേഖലയിലും മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനക്കാർക്ക് വേണ്ടി എല്ലാ രൂപതയിലും ഓരോ ഹോസ്പിറ്റലിൽ തുടങ്ങണം. ധ്യാന കേന്ദ്രങ്ങളിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഹോസ്പിറ്റലുകൾ. ഹല്ലേലൂയ. കർത്താവ് ചെയ്യുന്നൊരു കാര്യമാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തന്നെ അല്ലേ ഒന്ന് വായിച്ചത്, അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. അവിടുന്ന് തന്നെയാണ് രക്ഷിച്ചത്. തന്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. എന്നിട്ടും അവർ എതിർത്തു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അപ്പൊ ഈ പറയുന്നതെല്ലാം ആരെ ദുഃഖിപ്പിക്കുന്നത്? ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ അച്ഛൻ്റെ രോഗമെല്ലാം എനിക്ക് കിട്ടി. ആരെ ദുഃഖിക്കുന്നത്? ഉള്ളിലുള്ള പരിശുദ്ധാത്മാവാണ് ദുഃഖിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമേ എൻ്റെ ഇടവകയിൽ ഏറ്റവും വലിയ മദ്യപാനിയാണ്. മദ്യപാന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്താണെന്നറിയുമോ? ആ മദ്യപാനം കഴിക്കാനുള്ള പ്രേരണ ഇരിക്കുക. വേറെ ഒന്നും പറയാൻ ഞാൻ നന്നായി. ഇങ്ങനെ നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ബുദ്ധിയിലൊക്കെ വന്ന് പിശാച് കുത്തി വയ്ക്കുക. നീ മധ്യസ്ഥം പ്രാർത്ഥിക്കട്ടോ, നീ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കരുത്, നീ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കരുത്, നീ മെത്രാന് വേണ്ടി പ്രാർത്ഥിക്കരുത്, മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, കർദിനാളിന് വേണ്ടി പ്രാർത്ഥിക്കരുത്, മാർപ്പാപ്പ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈശോയുടെ പുസ്തകത്തിൽ ഇപ്രകാരമാണ്, ആ സന്ദേശത്തിൻ്റെ പുസ്തകത്തിൽ ഈശോ പറയുന്നുണ്ട്, എനിക്കും എൻ്റെ പുത്രനും വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. എൻ്റെ ദൈവമേ, പുത്രനും ഈശോയ്ക്കും വേണ്ടി പരിശുദ്ധ അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ച കണ്ടമാന രോഗികളുണ്ടാവും. ഒരു രൂപതയിൽ മെത്രാൻ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ രൂപത ആസ്ഥാനത്തോട് ചേർന്ന് വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങിയിട്ട് അവിടെ 4-5 അൽമായ വ്യക്തികൾ ഓരോ ഇടവകളിൽ നിന്ന് വന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു. ഇഷ്ടംപോലെ പ്രാർത്ഥിക്കാൻ ആളുകൾ ചെല്ലാം, ഇഷ്ടംപോലെ പ്രാർത്ഥിക്കാൻ. ആ പോകുന്നവർ ചിന്തിക്കുക, എൻ്റെ ദൈവമേ ഞാൻ എൻ്റെ രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ രൂപതയുടെ കീഴിലുള്ള എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എൻ്റെ വീട്ടിൽ എല്ലാവരും രോഗിയും. കടബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കടബാധിതയും എൻ്റെ വീട്ടിലേക്ക് കടന്നു വരും. ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ചിന്തകളും പോകുന്നത്. അതുകൊണ്ട് സംരക്ഷകൻ എന്ന് പറയുന്നത്, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നീ അനേകർക്ക് വേണ്ടി മധ്യസ്ഥ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരല്ല ഇറങ്ങുന്നത്, ദൈവം തന്നെ ഇറങ്ങി നിന്നെ സംരക്ഷിക്കും. കാരണം അത് നീ ചെയ്യുന്ന പ്രവൃത്തികൾ നീ യേശുവിന് വേണ്ടിയാണ് ചെയ്യുന്നത്, സഭയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അത് മറ്റൊരു മനുഷ്യനെ ചെയ്യാൻ അവന് അർഹതയോ യോഗ്യതയില്ല. പക്ഷെ കൃപയുള്ളവർക്ക് മാത്രമേ ഈ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ, അഭിഷേകമുള്ളവർക്ക് മാത്രമേ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, ആത്മാർത്ഥതയോടുകൂടി. വടം വലിക്കുന്നവരെ പോലെ പ്രാർത്ഥിക്കണം. വടം വലിക്കെന്താ? വടം വലി 1 മിനിറ്റ് കഴിഞ്ഞാൽ 1 സെക്കൻഡ് വിട്ട് കഴിഞ്ഞാൽ തോറ്റുപോകും. അല്ലെങ്കിൽ മുറിവിൽ എണ്ണ വെച്ചിട്ട് ഈ മുളകും മഞ്ഞളൊക്കെ വെച്ചിട്ട് തുള്ളി ചാടുന്ന പോലെ പ്രാർത്ഥിക്കണം. കാരണം എന്താ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് തിരിച്ച് പിടിച്ചിരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ആ കുടുംബത്തെ സംരക്ഷിക്കാൻ ദൈവം തന്നെ അറിയും. 4-ാമത്തേത് ആശ്വാസദായകൻ എന്നാണ് പറയുന്നത്. സംരക്ഷകൻ അപ്പസ്തോല പ്രവർത്തനത്തിൽ 27-ാം അധ്യായത്തിൽ 23-26 തിരുവചനത്തിൽ അവിടെ പൗലോസ് ലീഗയെ രക്ഷിക്കുന്ന സംഭവം ദൈവമായ കർത്താവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തെന്നാൽ ഞാൻ ആരാധിക്കുന്നവനും എൻ്റെ ഉടയവനുമായ ദൈവത്തിന്റെ ഒരു ദൂതൻ ഇക്കഴിഞ്ഞ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, പൗലോസ്, നീ ഭയപ്പെടേണ്ട, സീസറിന്റെ മുമ്പിൽ നീ നിൽക്കുന്നത് തന്നെ. തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ കാണുന്ന കപ്പല് മുങ്ങാൻ പോകുന്നു. ആ കപ്പലിൽ നിന്ന് രക്ഷിക്കുന്ന വിധം തലേ ദിവസം ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പൗലോസിന് പറഞ്ഞു കൊടുക്കുക. നീ ഭയപ്പെടേണ്ട, സീസറിന്റെ മുമ്പിൽ നീ നിൽക്കുക തന്നെ ചെയ്യും. നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. അതിനാൽ ജനങ്ങളെ നിങ്ങൾ ധൈര്യമായിരിക്കും. ദൂതൻ ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവൻ ഒരിക്കലും നശിക്കാൻ ദൈവം അനുവദിക്കില്ല. അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന കൃപയില്ലാത്തവരാണ്, അഭിഷേകമില്ലാത്തവരാണ് നിർത്തേറ്റ. കാരണം എന്താ? എൻ്റെ ഉള്ളിൽ പിതാവിൻ്റെ ആത്മാവുണ്ട്,
എൻ്റെ ഉള്ളിൽ പുത്രൻ്റെ ആത്മാവുണ്ട്, എൻ്റെ ഉള്ളിൽ ആരുടെ ആത്മാവുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. ഈ 3 വ്യക്തികളും. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ എഴുതി വെക്കുക, നിൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലുതാണ്. അപ്പം ലോകത്തിലുള്ള വസ്തുക്കൾ കയറണമെങ്കിൽ ഉള്ളിലുള്ള വസ്തു നിർവീര്യമാണ്. നിനക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യങ്ങളോ അറിവോ ഇല്ലാതാക്കണം. അല്ലെങ്കിൽ ഞാൻ എത്രയോ ആൾക്കാർ, ഞാനിവിടെ ഒരു 2 എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആ എയ്ഡ്സ് രോഗം മാറി. ഒരു സ്ത്രീ വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണ്. ആദ്യം ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് 2009 കാലഘട്ടം തൊട്ട് അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ ഇന്ന രോഗമാണ്, എനിക്ക് ഭർത്താവിനുണ്ടായി, എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ കുറേ നാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ അവർ വന്നിട്ട് പറയാം, അച്ഛാ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ശരീരത്തിൽ ഈ എയ്ഡ്സിൻ്റെ രോഗാണു ഇല്ല. ദൈവം ഇടപെട്ടു. കാരണം ഈ സ്ത്രീ അതിൽ ഒരു ബന്ധമില്ല. മറ്റൊരു സ്ത്രീ ഇപ്രകാരം പറഞ്ഞ, എൻ്റെ ഭർത്താവും വിശ്വസിച്ചാൽ ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ കൊച്ചിനും എയ്ഡ്സാണ്. അവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മാറാൻ വേണ്ടി. ഹല്ലേലൂയ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അടുത്തത് ആശ്വാസദായകം. ലൂക്കായുടെ സുവിശേഷം 22:43-44. 5-ാമത്തേത് അഭിഭാഷകനാണ്. നമുക്ക് വേണ്ടി അവൻ ദൈവത്തിന് മുമ്പിൽ വാദിക്കുന്നവനാണ്. ഹല്ലേലൂയ. സ്ത്രീത്വം നമ്മൾ ചെയ്യുന്നൊരു കാര്യം 3 കാര്യങ്ങളാണ്. ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് കെയർ ചെയ്യുക, ഒന്ന് സഫറിങ് ചെയ്യുക. ദൈവം പരിശുദ്ധാത്മാവാണല്ലോ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത്. പരിശുദ്ധാത്മാവാണ് സംരക്ഷണം നൽകുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ കെയർ ചെയ്യുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. സഹനത്തിൽ നമ്മളെ പിടിച്ചു നിർത്താനും സന്തോഷിക്കാനും ക്രമം. സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിൽ വചനം കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടുകൾ ലഭിക്കാത്തത് കൊണ്ടാണ് മനുഷ്യൻ ഇന്ന് അറിയാതെ തെറ്റായിട്ടുള്ള മേഖലയിലേക്ക് നടന്നു നീങ്ങുന്നത്. അല്ലെങ്കിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയാൻ വേണ്ടി ആഗ്രഹിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ത്രിത്വത്തിൻ്റെ ആത്മാവിനാൽ നമ്മളെല്ലാവരും നിറയപ്പെട്ടവരാണ്. നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ള സകല ശക്തികളെക്കാളും വലുതാണ്. അതുകൊണ്ടാണല്ലോ ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-22 നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നതെല്ലാം നിനക്ക് ലഭിക്കും. 21 മത്തായി 21 നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നതെല്ലാം ലഭിക്കും. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ. മത്തായി 19:27 ഈശോ പറയാണ്. വീണ്ടും ലൂക്ക 1:38 പറയാണ്, മനുഷ്യർക്ക് ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ.